ഒരു OET കേസ് നോട്ട് എങ്ങനെയാണ് നമുക്ക് ലെറ്ററായി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്? ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമുക്കറിയാം എക്സാമിനേഷൻ ടൈമിൽ നമുക്ക് ടോട്ടൽ 45 മിനിറ്റ്സ് ആണുള്ളത്. 5 മിനിറ്റിൽ നമുക്ക് കേസ് നോട്ട് വായിക്കണം, റെസ്റ്റ് 40 മിനിറ്റ്സിൽ നമുക്ക് ലെറ്റർ എഴുതണം. ഈ 5 മിനിറ്റിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഡാറ്റ സെലക്ഷനാണ്, അതുപോലെ തന്നെ ലെറ്ററിൻ്റെ ഓർഗനൈസേഷനും. ഡാറ്റ സെലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ഓർഗനൈസേഷൻ സമയത്ത് പല പാരഗ്രാഫിലോട്ട് ഈ റെലവൻറ്റ് ഡാറ്റാസ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇനി ഡാറ്റ സെലക്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സിനെയാണ്. ആദ്യം തന്നെ ഹൂ ഈസ് എ റീഡർ ഓഫ് എ ലെറ്റർ, മെഡിക്കൽ പ്രൊഫഷണൽ ആണോ അതോ നോൺ മെഡിക്കൽ പ്രൊഫഷണൽ ആണോ? രണ്ടാമതായി നമ്മൾ ഈ ലെറ്റർ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ പ്രൊഫഷണൽ ആയിരിക്കുമല്ലോ അയക്കുന്നത്, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു പേഷ്യൻറ്റിനെ അറിയാമോ ഇല്ലയോ, അതായത് കേസ് നോൺ ആണോ അൺനോൺ ആണോ? മൂന്നാമത്തെ ഫാക്ടർ ലെറ്ററിൻ്റെ പേർപ്പസ് ആണ്, അതായത് എന്തൊക്കെ സേവനങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു റീഡർ നമ്മുടെ പേഷ്യൻറ്റിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് ഒരു സാമ്പിൾ കേസ് നോട്ടിൻ്റെ സഹായത്തോടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഒരു കേസ് നോട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ടൈം എടുത്ത് കേസ് നോട്ട് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവരും കേസ് നോട്ട് വായിച്ചല്ലോ അല്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് ഡാറ്റ സെലക്ട് ചെയ്യുന്നത്? നമുക്ക് ഇതുപോലൊരു കേസ് നോട്ട് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റൈറ്റിംഗ് ടാസ്ക് പോയി വായിച്ച് നോക്കിയാണ്. റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ നമ്മൾ ആർക്കാണ് ഈ ലെറ്റർ എഴുതേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കേസ് നോൺ ആണോ അൺനോൺ ആണോ എന്ന് നോക്കണം. ചിലപ്പോഴൊക്കെ പേർപ്പസും റൈറ്റിംഗ് ടാസ്കിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു കേസ് നോട്ട് പരിശോധിക്കാൻ നേരം നമുക്ക് എന്താണ് കാണാം? ഇവിടെ റൈറ്റിംഗ് ടാസ്കിൻ്റെ അവിടെ നമുക്ക് മനസ്സിലാവും ലെറ്റർ നമ്മൾ ആർക്കാണ് എഴുതുന്നത്? റീനൽ ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റിനാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഇവിടെ നമുക്ക് പേർപ്പസും കാണാൻ സാധിക്കും, ഓൺഗോയിങ് കമ്മ്യൂണിറ്റി കെയർ ഓഫ് ദി പേഷ്യൻറ്റ്, അതായത് ഓൺഗോയിങ് കമ്മ്യൂണിറ്റി കെയർ ആണ് പേഷ്യൻറ്റിന് വേണ്ടി വരുന്നത്. അതായത് നമ്മളൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലോട്ടാണല്ലോ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലോട്ട് ലെറ്റർ എഴുതുമ്പോൾ ഒരു പക്ഷേ ഇത് ഹോം വിസിറ്റ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ മേ ബി വീക്ക്ലി വൺസോ ട്വൈസോ പോവുകയായിരിക്കും. എന്തായാലും ഇത് ഹോം വിസിറ്റ് അല്ല എന്ന് നിങ്ങൾക്ക് ലെറ്റർ വായിച്ചപ്പോൾ മനസ്സിലായിട്ട് ഉണ്ടായിരിക്കണം. ഇനി ഇത് നോൺ കേസാണോ അൺനോൺ കേസാണോ? 2 ഫാക്ടേഴ്സാണ് ഒരു കേസ് നോൺ ആണോ അൺനോൺ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഒന്നാമത്തേത് നമുക്ക് റൈറ്റിംഗ് ടാസ്ക് വായിക്കാൻ നേരത്ത് ഹിസ് നേഴ്സ്, ഹെർ നേഴ്സ്, അല്ലെങ്കിൽ ഇവിടെ പേഷ്യൻ്റെ പേര് ഡല്ലാസ് വാൾട്ടേഴ്സ് എന്നാണല്ലോ, ഡല്ലാസ് വാൾട്ടേഴ്സ് നേഴ്സ്, അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നോൺ ആണ്, നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. രണ്ടാമത് രണ്ടുപേരുടെ അഡ്രസ്സും സെയിം അല്ല, അപ്പോൾ ഇത് അൺനോൺ കേസ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓൺഗോയിങ് കമ്മ്യൂണിറ്റി കെയർ ആണ് ഇവിടെ പേർപ്പസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡിസ്ചാർജ് പ്ലാൻ വായിക്കുകയാണ്. ഡിസ്ചാർജ് പ്ലാൻ വായിക്കാനുള്ള റീസൺ, ഡിസ്ചാർജ് പ്ലാൻ അഥവാ ട്രീറ്റ്മെൻറ്റ് പ്ലാനിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു നേഴ്സ് പേഷ്യന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ മുകളിലോട്ടുള്ള ഡാറ്റ സെലക്ട് ചെയ്യാൻ. ഡിസ്ചാർജ് പ്ലാൻ എല്ലാം തന്നെ റെലവൻറ്റ് ഡാറ്റയാണ് വന്നിരിക്കുന്നത്, കാരണം എല്ലാം തന്നെ നേഴ്സ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ CAPDയുടെയും CRFൻ്റെയും എഡ്യൂക്കേഷൻ പേഷ്യനും വേണം, അദ്ദേഹത്തിൻ്റെ വൈഫും വേണം. കത്തീറ്റർ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ പെരിറ്റോണൈറ്റിസിൻ്റെ സയൻസിന് വേണ്ടി മോണിറ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. പൊട്ടാസ്യം ഡയറ്റിൽ കുറയ്ക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പേഷ്യൻ്റ് സൈക്കോസിസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് ഒബ്സർവ് ചെയ്യണം, ആവശ്യമെങ്കിൽ റെഫർ ചെയ്യണം. അവസാനമായിട്ട് ഒരു കമ്മ്യൂണിറ്റി അബോർജിനൽ ഹെൽത്ത് വർക്കറിൻ്റെ ആവശ്യമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ CAPD അഥവാ CRFൻ്റെ എഡ്യൂക്കേഷൻ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി. ഇനി ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഒന്നിന്ന് ലെറ്റർ വായിച്ച് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, നേരത്തെ പറഞ്ഞ പേഷ്യൻ്റെ പേര് ഡല്ലാസ് വാൾട്ടേഴ്സ് എന്നാണ്, അദ്ദേഹത്തിൻ്റെ ഏജ് എത്രയാണ്? 51 വയസ്സുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ അത് രണ്ടും റെലവൻ്റ് ആണ് തീർച്ചയായിട്ടും. പിന്നെ അഡ്മിഷൻ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്ചാർജ് ഡേറ്റും റെലവൻ്റ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഡയഗ്നോസിസ്, ആക്ച്വലി ഇവിടെ ഡയഗ്നോസ് ആയിട്ട് രോഗമല്ല, പേഷ്യൻ്റ് ഒരു പ്രൊസീജിയറിന് ശേഷം സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. നമുക്ക് കേസിനോട് വായിക്കാൻ മനസ്സിലാവും എന്താണ് ഇവിടുത്തെ ഡയഗ്നോസിസ്. ഇൻസെർഷൻ ഓഫ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് കാത്തീറ്റർ ഫോർ CRF. CRF എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്രോണിക് റീനൽ ഫെയിലിയർ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ സോഷ്യൽ ഹിസ്റ്ററിയും പേഷ്യൻ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും കൊടുത്തിട്ടുണ്ട്, നമുക്ക് അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് വായിക്കാം. നമുക്കിനി ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഒരു കഥ പോലെ വായിച്ച് മനസ്സിലാക്കാം. ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് നടന്നത് നമുക്കറിയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൊസീജിയർ അൺഇവൻറ്റ്ഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, സക്സസ്ഫുൾ ആയിരുന്നു പ്രൊസീജിയർ.
രണ്ടാമത് പറയുന്നത് എന്താണ്, പേഷ്യൻറ്റും അദ്ദേഹത്തിൻ്റെ വൈഫിനും പ്രൊലോങ്ഡ് അഡ്മിഷൻ, അതായത് അവരുടെ അഡ്മിഷൻ്റെ കാലം കുറച്ച് കൂടിപ്പോയി. എന്തുകൊണ്ടാണ്? രണ്ടുപേരും CAPD മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് പഠിക്കാൻ കുറച്ച് സ്ലോ ആയിരുന്നു. മൂന്നാമതായി പറയുന്നത് പേഷ്യൻ്റ് ഹൈപ്പർ കലേമിക് ആയിരുന്നു, അതുകൊണ്ട് തന്നെ കാർഡിയാക് മോണിറ്ററിങ് ആവശ്യമായിട്ട് വന്നു എന്നാണ്. ഇപ്പോൾ പേഷ്യൻ്റ് പൊട്ടാസ്യം ലെവൽ സ്റ്റേബിളാണ്, നോർമൽ റേഞ്ചിൽ തന്നെയാണ്. അവസാനം എന്താണ്, SBARB എന്ന് കൊടുത്തേക്കുന്ന സീൻ ബൈ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അതായത് പേഷ്യൻറ്റിനെ ഒരു മെൻ്റൽ ഹെൽത്ത് ടീം വന്ന് വിസിറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ കണ്ടിരുന്നു. അവർ പേഷ്യൻ്റെ സൈക്കോസിസിൽ വലിയ മാറ്റമുള്ളതായിട്ടൊന്നും രേഖപ്പെടുത്തിയില്ല. അതായത് ഹാപ്പി ആയിരുന്നു അവൾ, അതായത് പേഷ്യൻ്റെ സൈക്കോസിസ് സ്റ്റേബിൾ ആയിരുന്നു എന്നുള്ള കാര്യമാണ് അത് മീൻ ചെയ്യുന്നത്. ഇനി ഇവിടെ ഏതൊക്കെ ഡാറ്റയാണ്? ഇവിടെ നമ്മൾ എല്ലാ ഡാറ്റയും തന്നെ എഴുതണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ നമുക്ക് ആദ്യം അറിയാം പ്രൊലോങ്ഡ് അഡ്മിഷൻ, ആ ഒരു കാര്യം എഴുതണം. കാരണം എന്താണ്, ഇവർ CAPDനെ സംബന്ധിച്ച് പഠിക്കാൻ സ്ലോ ആയിരുന്നതുകൊണ്ടാണ്. ഡിസ്ചാർജ് പ്ലാനിൽ അതേ ഡാറ്റ വരുന്നുണ്ട്, ഈ എഡ്യൂക്കേഷൻ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സ്ലോ ആണ് എന്നുള്ള കാര്യം ഈ ലെറ്റർ വായിക്കുന്ന ആൾ അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് നമ്മളത് എഴുതണം. ഹൈപ്പർ കലേമിക്കിൻ്റെ കാര്യവും എഴുതണം. കാരണം ഡിസ്ചാർജ് പ്ലാനിൽ അവിടെ ഈ നേഴ്സ് പേഷ്യൻറ്റിൻ്റെ പൊട്ടാസ്യം ലെവൽ സംബന്ധിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ നടന്നിരുന്നു. കോംപ്ലിക്കേഷൻ മീൻസ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം റീഡർ അറിഞ്ഞിരിക്കണം. ഫൈനലി മെൻ്റൽ ഹെൽത്ത് ടീമിൻ്റെ കാര്യം നമ്മൾ എഴുതണം. കാരണം എന്താണ്, പേഷ്യൻ്റ് സൈക്കോസിസ് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേബിൾ ആണ് എന്ന് അറിഞ്ഞിരിക്കണമല്ലോ റീഡർ. അതുകൊണ്ട് തന്നെ ആ ഡാറ്റ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് മുകളിലോട്ട് നോക്കാം. ഇനി ഇതിൻ്റെ ബേസിസ് വേണം നമ്മൾ ഫാമിലി ഹിസ്റ്ററിയും മെഡിക്കൽ ഹിസ്റ്ററിയും നമ്മൾ എടുക്കാൻ വേണ്ടി. ഇവിടെ പേഷ്യൻറ്റ് സ്കിസോഫ്രീനിയ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഡിസബിലിറ്റി പെൻഷൻ ആണ് എന്നുള്ള കാര്യം നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, ഒമിറ്റ് ചെയ്യാം, കാരണം അതിവിടെ റെലവൻ്റ് ആകുന്നില്ല. പിന്നെ പേഷ്യൻ്റ് മൈൽഡ് ക്രോണിക് ഡിലൂഷൻ ഉണ്ടെന്നുള്ള കാര്യവും ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ് എന്നുള്ള കാര്യവും നമ്മൾ എഴുതണം. പിന്നെ പേഷ്യൻ്റ് ഡിലൂഷനാണ് അടുത്തായിട്ട് പറയുന്നത്. ഏലിയൻസ് പേഷ്യൻറ്റിനെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ, അത് നമുക്ക് ഒമിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പേഷ്യൻ്റെ വൈഫ് പ്രൈമറി കെയർ ഗിവറാണ്, അതുപോലെ തന്നെ അവർക്ക് മൈൽഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഇത് ആക്ച്വലി നമ്മൾ എഴുതണം. കാരണം എന്താണ്, ഡിസ്ചാർജ് പ്ലാനിൽ പേഷ്യൻ്റെ വൈഫിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈഫിൻ്റെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ കാര്യം നമ്മൾ തീർച്ചയായിട്ടും എഴുതുന്നതാണ്. പിന്നെ പേഷ്യൻറ്റിൻ്റെ ലിവിങ് ഡിമൗണ്ടബിൾ ഹോം ഇൻ ബാൻബറി, അത് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അഡ്രസ്സും കാര്യങ്ങളൊക്കെ വേറെ പാർട്ടിലായിട്ട് പൊക്കോളും, നമ്മൾ ലെറ്ററിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെ പിന്നെ പേഷ്യൻ്റ് ഹോബീസ് ആണ്, അത് നമ്മളിവിടെ എഴുതേണ്ട കാര്യമില്ല. കാരണം ഡിസ്ചാർജ് പ്ലാനിൽ അത് സംബന്ധിച്ചുള്ള യാതൊരു ഡാറ്റയും പോകുന്നില്ല. ഹോബീസിലോട്ട് എൻകറേജ് ചെയ്യണമെന്നും പറയുന്നതായിട്ടുള്ള, അപ്പോൾ അത് എഴുതണ്ട. ഇനി മെഡിക്കൽ ഹിസ്റ്ററിയിലോട്ട് വരാൻ നേരത്ത് CRF 4 വർഷമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ട് എഴുതണം. കാരണം അതായിട്ടുണ്ടല്ലോ ഇവിടുത്തെ മെയിൻ മെഡിക്കൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഡാറ്റയാണ്. റീസെൻ്റ്ലി വോഴ്സ് ആയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കണം എന്നല്ല, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നതും ഇങ്ങനൊരു പ്രൊസീജിയർ അണ്ടർഗോ ചെയ്തതും അത് എഴുതണം. പിന്നെ ടൈപ്പ് 2 ഡയബറ്റിസ്, ആക്ച്വലി ഈ ഒരു കാര്യം സംബന്ധിച്ചൊരു മാനേജ്മെൻറ്റ് ഇപ്പോൾ പോകുന്നില്ല, ഡിസ്ചാർജ് പ്ലാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ചില ഡാറ്റ ഈ ഒരു ഗ്രേ ഏരിയ വരും. ചിലർ ആഡ് ചെയ്യുന്നത് കാണാം, ചിലർ ഒമിറ്റ് ചെയ്യുന്നത് കാണാം. സോ ഐ എം ലീവിങ് ദിസ് ടു യുവർ ചോയ്സ്. അതിൽ ഞാനിവിടെ തൽക്കാലം ഇൻക്ലൂഡ് ചെയ്തേക്കുവാണ് ഈ ഒരു ലെറ്ററിൽ. ഇത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും വലിയ രീതിയിൽ സ്കോർ അഫക്റ്റഡ് ആകാൻ പോകുന്നില്ല. കാരണം ഇതിനെ സംബന്ധിച്ചൊരു മാനേജ്മെൻറ്റ് പോകുന്നുണ്ടോ. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ മെഡിക്കൽ പ്രൊഫഷണൽ എഴുതാൻ നേരത്തെ അണ്ടർലൈങ് ഇഷ്യൂസ് എഴുതാറുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് എഴുതാം. പേഷ്യൻ്റ് കോംപ്ലൈൻ്റ് ആണ്, കോംപ്ലൈൻ്റ് അല്ല കംപ്ലൈൻറ്റ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. കംപ്ലൈൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എഴുതാം. പിന്നെ കാറ്ററാക്ട് ലെൻസ് കാര്യങ്ങളൊന്നും ഇപ്പോഴും യാതൊരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ പണ്ട് ഒരുപാട് മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം അത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ പേഷ്യൻ്റ് മദ്യപിക്കുന്നുമില്ല, പുകവലിക്കുന്നുമില്ല. അതേ സംബന്ധിച്ചുള്ള യാതൊരു മാനേജ്മെൻറ്റും ഡിസ്ചാർജ് പ്ലാനിൽ പോകുന്നില്ല. പിന്നെ മെഡിക്കേഷൻ ടു ബി ഫോർവേഡ് ബൈ മെഡിക്കൽ ഓഫീസർ, അതും നമുക്ക് എഴുതേണ്ട കാര്യമില്ല. കാരണം ഇവിടെ മെഡിക്കേഷൻ മോണിറ്ററിംഗ് ഒന്നും തന്നെ പോകാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ ഡാറ്റ സെലക്ഷൻ ചെയ്യേണ്ടത്. ഡാറ്റ സെലക്ഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, ചില ഡാറ്റ ഗ്രേ ഏരിയ വരും, അതിനെ നമ്മൾ സെമി റെലവൻറ്റ് ഡാറ്റ എന്നാണ് വിളിക്കുന്നത്. ചില ആൾക്കാർ അത് ഇൻക്ലൂഡ് ചെയ്യും, ചില ആൾക്കാർ ചിലപ്പം ഓരോ ആൾക്കാർ എഴുതുന്ന രീതി വെച്ച് ആയിരിക്കും അത് വരുന്നത്. എന്നിരുന്നാലും സ്കോറിനെ അത് കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. നമ്മൾ നിർബന്ധമായിട്ട് എഴുതേണ്ടത് റെലവൻറ്റ് ഡാറ്റയാണ്. വിച്ച് മീൻസ് റെലവൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു നേഴ്സ് പേഷ്യന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമല്ലോ. ആ കാര്യങ്ങൾ ചെയ്യാൻ ഏതൊക്കെ ഇൻഫർമേഷൻ ഉറപ്പായിട്ടും നേഴ്സ് അറിഞ്ഞിരിക്കണോ അതാണ് റെലവൻറ്റ് ഡാറ്റ. ഇപ്പോഴത്തെ ഇഷ്യൂവിനെ, ഇപ്പോഴത്തെ മെഡിക്കൽ കണ്ടീഷനെ യാതൊരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഡാറ്റയാണ് നമ്മൾ ഇറലവൻറ്റ് ഡാറ്റയുടെ കാറ്റഗറി പെടുത്തുന്നത്. ഈ സെമി റിലവൻറ്റ് ഡാറ്റയാണ് പലപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ളത്. കാരണം പല ആൾക്കാരും ചിലർ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയും, ചിലർ ഒമിറ്റ് ചെയ്യണമെന്ന് പറയും. അത് പലപ്പോഴും ഒരു തർക്ക വിഷയമാകാറുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. സോ ഐ ഹോപ്പ് ഡാറ്റ സെലക്ഷൻ ഈസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് എന്താണ്, ഇത് 4 പാറാഫിലാക്കി എഴുതണം. 4 ആകാം, 5 പാറാഫ് ആകാം. അപ്പോൾ ഈ പാറാഫിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ പാറാഫും എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും, ഞാനവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും.
സോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി നോക്കുകയാണെങ്കിൽ റൈറ്റിങ്ങിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫ് എങ്ങനെയാണ് എഴുതേണ്ടത്, അസസ്മെൻറ്റ്, ബാക്ക്ഗ്രൗണ്ട്, റെക്കമെൻഡേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അവിടെ പോയിട്ടുണ്ട്. നിങ്ങളത് കാണുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ സെൻറ്റൻസും ഞാൻ ആ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലെറ്റർ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും ഇപ്പം നമുക്ക് വേഗത്തിൽ ഇതൊന്ന് ലെറ്റർ ആക്കാം. ഇവിടെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫിക്കേഷൻ പാർട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ പാർട്ടിൽ നമുക്കറിയാം എന്തൊക്കെയാണ് വരുന്നത്. ടുഡേയ്സ് ഡേറ്റ്, റീഡറിൻ്റെ അഡ്രസ്സ്, നമ്മൾ സല്യൂട്ടേഷൻ എഴുതും, റെഫറൻസ് ആൻഡ് ഏജ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നമുക്കപ്പം അത് വേഗം എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഡീറ്റെയിലോട്ട് പോകുന്നില്ല, നമ്മുടെ വീഡിയോ ഒരുപാട് വലുതായി പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫ് അഥവാ പേർപ്പസ് പാരാഗ്രാഫ് എന്ന് പറയും, ചിലർ സിറ്റുവേഷൻ പാരാഗ്രാഫ് എന്ന് പറയും. അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡീറ്റെയിൽ വീഡിയോ പോയിട്ടുണ്ട്, ഏതൊക്കെ പോയിൻ്റാണ് വരേണ്ടത് എന്നുള്ളത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. കണ്ടേച്ച് ഇത് വന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പം ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫിൽ നമ്മൾ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡക്ടറി ഫ്രേസിൻ്റെ കൂടെ പേഷ്യൻ്റെ ടൈറ്റിലിൻ്റെ ഫുൾ നെയിം എഴുതും, ലെറ്ററിൻ്റെ പേർപ്പസ് എഴുതും, റീസൺ ഫോർ ദ പേർപ്പസ് എഴുതും, ഡിസ്ചാർജ് സ്റ്റാറ്റസ് എഴുതും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് വരുന്നത്? I am writing to refer Mr. Dallas Walters, who is recovering after insertion of continuous ambulatory peritoneal dialysis catheter for chronic renal failure. He requires ongoing community care and management. He is set to be discharged today. ഇവിടെ നിങ്ങൾക്ക് he requires follow up care and management എന്നും എഴുതാൻ സാധിക്കുന്നതാണ്. കാരണം ഇവിടെ ഫോളോ അപ്പ് ആണ് ബേസിക്കലി നടക്കുന്നത്. കാരണം എന്താണ്, പേഷ്യൻ്റ് കമ്മ്യൂണിറ്റി സെൻറ്ററിൽ പോയി മേ ബി ആഴ്ചയിൽ 1 or 2 അതിവിടെ പറയുന്നില്ല ലെറ്ററിൽ, കേസ് നോട്ടിൽ, അങ്ങനെയായിരിക്കും ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഫോളോ അപ്പ് എഴുതുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ തൽക്കാലം പേർപ്പസിൽ റൈറ്റിംഗ് ടാസ്ക് കൊടുത്തിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഡിസ്ചാർജ് സ്റ്റാറ്റസ് നമുക്ക് പറയാം, ടുഡേയ്സ് ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും ആണ് അല്ലേ. ടുഡേയ്സ് ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും സെയിം ആയതുകൊണ്ടാണ് ഈ സെറ്റ് ടു ബി ഡിസ്ചാർജ്, അതായത് അദ്ദേഹത്തിന് ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ റെഡി ആക്കിയിരിക്കുന്നു, സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു മീനിങ് ആണ്. ഇനി നമുക്ക് രണ്ടാമത് ഞാൻ എഴുതാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് പാരാഗ്രാഫാണ്. ഇവിടെയും ചിലർക്ക് കൺഫ്യൂഷൻ തോന്നുമായിരിക്കും. പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് മെഡിക്കൽ പ്രൊഫഷണൽ ആകുന്ന നേരത്തെ രണ്ടാമത് അസസ്മെൻറ്റ് പാരാഗ്രാഫ് എഴുതണം എന്നുള്ളതാണ്. ആക്ച്വലി അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. നിങ്ങൾ OET ഒഫീഷ്യൽ വീഡിയോസ് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ OETയുടെ ചാനലിൽ പോയി നോക്കുവാണെങ്കിൽ, അവർ OETയുടെ വെബ്സൈറ്റ് അവിടെ പോയി നോക്കുവാണെങ്കിൽ അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് പാരാഗ്രാഫ് ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് രണ്ടാമത് എഴുതാൻ കാരണം അസസ്മെൻറ്റിൽ പേഷ്യൻ്റെ സൈക്കോസിൻ്റെ കാര്യമൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ സ്ലോ ടു ലേൺ ആയിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ വെളിച്ചത്തിൽ കൂടെ ആ കാര്യങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ റീഡർക്ക് പൂർണ്ണമായിട്ട് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ഇനി നിങ്ങൾ ആദ്യം അസസ്മെൻറ്റ് എഴുതിയിട്ടാണ് രണ്ടാമത് ബാക്ക്ഗ്രൗണ്ട് എഴുതുന്നത് എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ സ്കോർ C+C ഒന്നും ആയി പോകാൻ പോകുന്നില്ല. അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. പക്ഷേ ഏറ്റവും ആ ഒരു വായിക്കുന്ന ആൾക്ക് വ്യക്തത കിട്ടുന്ന രീതി ഏതാണോ അതാണ് ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് പാരാഗ്രാഫിൽ നമ്മൾ റെലവൻ്റ് ആയിട്ട് എടുത്ത ഡാറ്റ എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എങ്ങനെയാണ് വരുന്നത്? മിസ്റ്റർ വാൾട്ടേഴ്സ് ഹാസ് ആൻ അബോറിജിനൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഈ അബോറിജിനൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കുവാണ് കേട്ടോ. ഞാനത് പറഞ്ഞില്ലായിരുന്നു റെലവൻ്റ് ഡാറ്റയായിട്ട്. ഇതും ആക്ച്വലി നമുക്ക് എഴുതണം, കാരണം നമുക്ക് ഡിസ്ചാർജ് പ്ലാനിൽ പോയി നോക്കാൻ നേരത്തെ ലാസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് എന്താണ്, സാധിക്കുമെങ്കിൽ കമ്മ്യൂണിറ്റി അബോറിജിനൽ ഹെൽത്ത് വർക്കിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം പേഷ്യൻറ്റിന് അബോറിജിനൽ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുകയാണ്. Mr. Walters has an Aboriginal background. He has been managing mild chronic renal failure for 4 years. He also has schizophrenia, but his present mental status is relatively stable with mild delusions. In addition, he has type 2 diabetes mellitus and is compliant with oral medications. His wife is very supportive and she is his primary carer. She has mild intellectual disability. കഴിവുന്ന സിമ്പിൾ സെൻറ്റൻസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെൻറ്റൻസ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പാരാഗ്രാഫ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വളരെ അനായാസം എഴുതാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാം മലയാളത്തിലാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അസസ്മെൻറ്റ് പാരാഗ്രാഫിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വായിച്ചപ്പോൾ വായിക്കുന്ന ആൾക്കറിയാം എന്താണ്, പേഷ്യന് സ്കിസോഫ്രീനിയ ഉള്ള ആളാണ്, ഡെലൂഷൻ ഉള്ള ആളാണ്, ആളുടെ വൈഫാണ് കെയർ, അതുപോലെ തന്നെ വൈഫിന് മൈൽഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ള ഇൻഫോർമേഷനുമായിട്ടാണ് ഇനി അസസ്മെൻറ്റിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ വായിക്കുന്ന ആൾക്ക് കത്തും. ഓക്കെ, നോക്കാം. മിസ്റ്റർ വാൾട്ടേഴ്സ് വാസ് അഡ്മിറ്റഡ് ഓൺ 16 June 2011 ഡ്യൂ ടു worsening of his condition and underwent the procedure successfully. ഇവിടെ worsening of his condition എഴുതുമ്പം അത് ക്രോണിക് റീനൽ ഫെയിലിയർ ആണ് എന്നുള്ള കാര്യം ഓൾറെഡി കൺവേഡ് ആണ്. കാരണം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇൻസേർഷൻ ഓഫ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് കാത്തീറ്റർ ഫോർ ക്രോണിക് റീനൽ ഫെയിലിയർ. ക്രോണിക് റീനൽ ഫെയിലിയറിന് കാരണമാണ്, അതിനുവേണ്ടിയാണ് ഈ ഒരു പ്രൊസീജിയർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ അസസ്മെൻറ്റിലോട്ട് വരാൻ നേരത്തെ എന്താണ്, നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഡ്യൂ ടു ദ worsening
ഓഫ് ഹിസ് കണ്ടീഷൻ എന്ന് എഴുതിയാൽ മതി, കൺവേഡ് ആവും. ആൻഡ് അണ്ടർവെൻറ്റ് ദ പ്രൊസീജിയർ സക്സസ്ഫുള്ളി. ദ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മീൻ ചെയ്യുന്നത് എന്താണ്, മുകളിൽ മേൽ പറഞ്ഞ പ്രൊസീജിയർ, അതായത് CAPD ഇൻസെഷൻ എന്നുള്ളത് തന്നെ കൺവേഡ് ആയിക്കോളും. ഇനി നെക്സ്റ്റ്, ഹിസ് ഡിസ്ചാർജ് വാസ് ഡിലേഡ് as he and his wife needed additional time to learn CAPD മാനേജ്മെൻറ്റ്. ഓക്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് ഡിലേ ആയി, കാരണം എന്താണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫിനും കൂടുതൽ ടൈം എടുക്കേണ്ടി വന്നു ഇതിന് മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി. കാരണം എന്താണ്, നമുക്കറിയാം കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റീഡർ, കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈൻഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി വൈഫിനുണ്ട് എന്നുള്ള കാര്യം. പേഷ്യൻ്റ് ആണെങ്കിൽ ഡിലീഷണൽ സ്കിസോഫ്രീനിയുള്ള പേഷ്യൻറ്റുമാണ്. നെക്സ്റ്റ് എന്താണ്, ഹി എക്സ്പീരിയൻസ്ഡ് ഹൈപ്പർ കലീമിയ റിക്വയറിംഗ് കാർഡിയാക് മോണിറ്ററിംഗ്, ഹവർ ഹിസ് പൊട്ടാസ്യം ലെവൽസ് ആർ സ്റ്റേബിൾ നൗ. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെൻറ്റൻസ് ആക്കിയിട്ടുണ്ട്. എ മെൻ്റൽ ഹെൽത്ത് റിവ്യൂ ഷോഡ് നോ അക്യൂട്ട് സൈക്കോട്ടിക് ചേഞ്ചസ്. അപ്പോൾ ഞാനത് വളരെ കൺസൈസ് ചെയ്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. മെൻ്റൽ ഹെൽത്ത് ടീം വന്ന് കണ്ടു എന്ന് നമ്മൾ വിശദമായിട്ട് എഴുതേണ്ട കാര്യമില്ല, കാരണം ഇതല്ല ഇവിടുത്തെ മെയിൻ മെഡിക്കൽ ഇഷ്യൂ. അപ്പോൾ ആ ഒരു ഡാറ്റ നമ്മൾ കൺസൈസ് ചെയ്ത് എഴുതുക, എന്താണ് റിവ്യൂ നടത്തിയപ്പോൾ വലിയ ചേഞ്ച് ഒന്നും കണ്ടില്ല എന്നുള്ളത്. ഓക്കെ, ഇതെഴുതി. ഇനി നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാഗ്രാഫ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ പാരാഗ്രാഫിലോട്ട് പോകാം. എന്തുകൊണ്ടാണ് ഞാനത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാഗ്രാഫ് എന്ന് പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റെക്കമെൻഡേഷൻ. കാരണം ഇവിടെയാണ് ഈ ഒരു നേഴ്സ് പേഷ്യൻറ്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് നമ്മൾ എലാബറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിവതും ഒരു മിസ്റ്റേക്ക് പോലും ഈ ഒരു പാരാഗ്രാഫിൽ വരുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ആദ്യത്തെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ പല ഡാറ്റയും കണക്ട് ചെയ്താണ് എഴുതിയിരിക്കുന്നത്, കാരണം ഒരുപോലെ ഇരിക്കുന്ന ഡാറ്റ നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ എഡ്യൂക്കേഷൻ്റെ കാര്യം വരാൻ നേരത്തെ CAPD എഡ്യൂക്കേഷനും അതുപോലെ തന്നെ പൊട്ടാസ്യം മിനിമൈസ് ചെയ്യാനുള്ള രണ്ടും പൊട്ടാസ്യം മിനിമൈസ് ചെയ്യേണ്ട കാര്യം രണ്ടും എഡ്യൂക്കേഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കണക്ട് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. കൈൻഡ്ലി പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് വാൾട്ടേഴ്സ് റിഗാർഡിംഗ് ദ മാനേജ്മെൻറ്റ് ഓഫ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, ക്രോണിക് റീനൽ ഫെയിലിയർ ആൻഡ് ഡയറ്ററി പൊട്ടാസ്യം റിഡക്ഷൻ. അത് നമ്മൾ കണക്ട് ചെയ്തു. ഇനി അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണ്, അവിടെ കത്തീറ്റർ ഇൻഫെക്ഷൻ വേണ്ടി നമ്മൾ മോണിറ്റർ ചെയ്യണം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൈക്കോസിസ് അതും കൂടെ ഞാൻ കണക്ട് ചെയ്തേക്കുവാണ്. Please monitor him for catheter infection or signs of peritonitis and for any increased signs of psychosis and refer if necessary. അതും അവിടെ വ്യക്തമാണ്. ഇനി എന്താണ്, കമ്മ്യൂണിറ്റി സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ കമ്മ്യൂണിറ്റി അബോർജിനൽ ഹെൽത്ത് വർക്കിനെ ഓർഗനൈസ് ചെയ്യാനുള്ള കാര്യമാണല്ലോ. ഇവിടെ വുഡ് ബി അപ്രീഷിയേറ്റഡ് എന്നുള്ള ഫ്രേസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് നേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നൊരു കാര്യമല്ല ഈ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം, അവരുടെ ജോലിയുടെ ഔട്ട്സൈഡിൽ നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കുറച്ചും കൂടെ ഒന്ന് വളരെയധികം പൊളൈറ്റ് ആയിക്കൊണ്ട് നമ്മൾ ഇടുന്ന ഒരു രീതിയാണ് ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രേസ് യൂസ് ചെയ്യുകയാണ്. ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അറേഞ്ച് എ കമ്മ്യൂണിറ്റി അബോർജിനൽ ഹെൽത്ത് വർക്കർ ടു റീഇൻഫോഴ്സ് ദ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് ആൻഡ് ക്രോണിക് റീനൽ ഫെയിലിയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത്രയും നമ്മൾ ഇടുന്നു. ഇനി എന്താണ്, ഫൈനലി നമുക്ക് ലെറ്റർ സൈൻ ഓഫ് ചെയ്യാം. ഇവിടെ റീഡറിൻ്റെ പേരില്ലാത്തതുകൊണ്ട് തന്നെ ഈ ക്യാൻ റൈറ്റ് യൂസ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് രജിസ്റ്റേർഡ് നേഴ്സ് എന്നെഴുതി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഈസ് ക്ലിയർ ഫോർ യു. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ലെറ്റർ എഴുതി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. കഴിവതും സിമ്പിൾ സെൻറ്റൻസസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സിമ്പിൾ സെൻറ്റൻസസ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ മതി, ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. പിന്നെ വേറൊരു കാര്യം, ഈ സെമി റെലവൻറ്റ് ഡാറ്റ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഒന്നും കൂടെ പറയുകയാണ്. അത് സംബന്ധിച്ചൊരു തർക്കം വേണ്ട, കാരണം ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കുറച്ച് ഡാറ്റ ഗ്രേ ഏരിയ കിടക്കും. ഒഫീഷ്യൽ OITയുടെ യൂട്യൂബ് ചാനലിൽ പോയി അവരുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ, ഫോറിനേഴ്സ് ഇടുന്ന വീഡിയോസ് കേട്ടോ, അവർ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഗ്രേ ഏരിയ സെമി റെലവൻറ്റ് ഡാറ്റയുടെ കാര്യം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും സെപ്പറേറ്റ് ലെറ്റർ അഥവാ കേസ് നോട്ട്, ഫോർ എക്സാമ്പിൾ ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതുന്ന ലെറ്റർ അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് എഴുതുന്ന ലെറ്റർ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ലെറ്റർ നിങ്ങൾക്ക് എഴുതി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.